ഹായ് CFN ആസ്പിരൻസ്. അപ്പോൾ ഞാൻ പുതുതായിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മളുടെ ചാനലിൽ. അതായത് നമുക്ക് CA ഫൈനൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഫ്രീക്വൻ്റ് ആയിട്ട് ഡൗട്ട് വരാവുന്ന ചില ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് ഹൈലി കോൺസെപ്ഷ്യൽ ആയതുകൊണ്ടായിരിക്കാം, മൾട്ടിപ്പിൾ സ്റ്റാൻഡേർഡ്സിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതുകൊണ്ടാവാം, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ചില കോൺസെപ്റ്റ്സ് ഉണ്ട്. അതിൽ നിന്നൊരു ടോപ്പ് 20 കോൺസെപ്റ്റ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള രീതിയിൽ ഒരു കോൺസെപ്റ്റ് പല സ്റ്റാൻഡേർഡ്സ് എവിടെയൊക്കെ ഹിറ്റ് ചെയ്യുന്നുണ്ട് അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ത് വേണം എന്നുള്ളതിൻ്റെ ഒരു കോംപ്രഹെൻസീവ് പിക്ചർ അത് ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്, ഫസ്റ്റ് ടോപ്പിക്കായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് അക്കൗണ്ടിങ് ഫോർ ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ അണ്ടർ ഇൻഡേസ് ആണ്. സാധാരണ രീതിയിൽ നമുക്കൊരു PPO കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അതിൽ ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ PPA ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ ഇനീഷ്യലി എങ്ങനെ അക്കൗണ്ട് ചെയ്യണം, സബ്സീക്വൻ്റ്ലി അത് അക്കൗണ്ട് ചെയ്യണം, ലീസിൻ്റെ സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് ഇംപ്ലിക്കേഷൻ ഉണ്ടാവും, സബ്സീക്വൻ്റ്ലി അത് റിവൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഇംപ്ലിക്കേഷൻ ഉണ്ട്, ഇമ്പയർമെൻറ്റ് റിവ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ ഇംപ്ലിക്കേഷൻ ഉണ്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങൾ എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു പിക്ചർ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുക. ഇതുപോലെ നമുക്ക് വേറെയും കോംപ്രഹെൻസീവായിട്ട് നോക്കേണ്ട പല ടോപ്പിക്സ്, നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന പല കോൺസെപ്റ്റ് ഈ ഒരു സീരീസിനകത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം റിവിഷന് വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ഉള്ളത്. ഞാൻ എന്താണോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ PDF ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അത് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്കും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ആ പറയുന്ന കണ്ടൻറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പം വിത്ത് ദിസ് നമ്മൾ നേരെ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഈ ടോപ്പിക്കിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. ഇൻഡേസ് പ്രകാരം ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത്. അപ്പം ഇതിൻ്റെ അക്കൗണ്ടിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടത് വാട്ട് ഈസ് ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ അക്കൗണ്ടിങ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു PPE വാങ്ങുന്നു, ലെറ്റസ് സേ നിങ്ങളൊരു മെഷീനറിയാണ് വാങ്ങിക്കുന്നത്. ആ മെഷീനറി വാങ്ങുന്ന ടൈമിൽ തന്നെ പലപ്പോഴും നമുക്ക് ആ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ ആ അസറ്റ് ഇരുന്നിരുന്ന സ്ഥലം പഴയ രീതിയിലാക്കാനോ അല്ലെങ്കിൽ ആ അസറ്റ് സേഫായിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ആ അസറ്റിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാനായിട്ടോ ഒക്കെ ഒരു സിഗ്നിഫിക്കൻറ്റ് കോസ്റ്റ് വരാവുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പോൾ യൂഷ്വലി നമ്മളുടെ പ്രൊവിഷൻസ് കണ്ടിജൻറ്റ് ലയബിലിറ്റി കണ്ടിജൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇൻഡേസ് 37 ഡീൽ ചെയ്യുമ്പോൾ നോർമലി നമുക്ക് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു ലയബിലിറ്റി, ഒരു പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഒന്ന്, പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവൻറ്റ് വേണം, ലീഗൽ ഓർ കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ വേണം. അതുപോലെ തന്നെ ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് പ്രോബബിൾ ആയിരിക്കണം. എ റിലയബിൾ എസ്റ്റിമേറ്റ് ക്യാൻ ബി മെയ്ഡ്. അതിൽ നമുക്കൊരു പാസ്റ്റ് ഇവൻറ്റിൻ്റെ പുറത്ത് ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ വരണം. അപ്പോൾ ഒരു ഫിക്സഡ് അസറ്റൊക്കെ വാങ്ങുമ്പോൾ ആ ഫിക്സഡ് അസറ്റ് വെക്കുന്ന സ്ഥലം അവിടം പഴയ രീതിയിലാക്കാനായിട്ട് നമുക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റ് വാങ്ങിച്ച ആ പാസ്റ്റ് ഇവൻറ്റിൻ്റെ പുറത്ത് വരുന്ന ഒരു ഒബ്ലിഗേഷനാണത്. അപ്പോൾ അവിടെ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവൻറ്റ് വരും. ഇനി അത് ഫ്യൂച്ചറിൽ റിമൂവ് ചെയ്യുമ്പോൾ ഔട്ട്ഫ്ലോ പ്രോബിൾ ആയിരിക്കും. അപ്പോൾ ഏതാണ്, ആ കണ്ടീഷൻ മീറ്റ് ചെയ്യും. യൂഷ്വലി അതിന് എത്ര കോസ്റ്റ് വരുമെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മെഷർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു അസറ്റൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഡീകമ്മീഷനിങ്ങിന് ഒരു ഒബ്ലിഗേഷൻ ഉണ്ടോ, സൈറ്റ് റിസ്റ്റോറേഷൻ ഒരു ഒബ്ലിഗേഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ ഇൻഡേസ് 37 പ്രകാരം എത്രയാണ് ആ ഒബ്ലിഗേഷൻ്റെ എമൗണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇപ്പോൾ നമുക്ക് ആ ഒബ്ലിഗേഷൻ വരുന്നത് ചിലപ്പോൾ ലീഗലി തന്നെ ഇത് റിമൂവ് ചെയ്യാൻ അങ്ങനെ ഒരു സംഭവം വേണം എന്നായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ലീസൊക്കെ ആണെങ്കിൽ ലീസിൻ്റെ ടെന്യൂർ കഴിയുമ്പോൾ ലീസിന് എടുത്ത പ്രൊമൈസസ് അതേ രീതിയിൽ എങ്ങനെയാണോ എടുത്തത് അതേ രീതിയിൽ തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെയുള്ള സിറ്റുവേഷൻ വരാം. അങ്ങനെ നമുക്ക് ഒരു ലീഗൽ ഓർ കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അത് ആസ് എ റിസൾട്ട് ഓഫ് നമ്മളുടെ അസറ്റ് വരുമ്പോൾ തന്നെ അത് വരുന്നതാണ്, നമുക്ക് അൺഅവോയ്ഡബിൾ ആണ്. ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് പ്രോബബിൾ ആണ്. റിലയബിൾ എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. ഇനി ആ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എമൗണ്ട് എടുക്കുമ്പോൾ എത്രയാണോ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ കോസ്റ്റ് വരുന്നത് അത് നമ്മൾ കണ്ടുപിടിക്കും. ഇനി നമ്മളൊരു അസറ്റ് വാങ്ങിച്ചാൽ അന്ന് തന്നെ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് അല്ലാതെ അത് ഫ്യൂച്ചറിൽ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ വരുന്നൊരു കോസ്റ്റാണ്. അപ്പോൾ അത് കുറേ നാൾ കഴിഞ്ഞ് പേ ചെയ്യുന്നതായതുകൊണ്ട് ടൈം വാല്യൂ ഓഫ് മണി ഫാക്ടർ റെലവൻ്റ് ആണ്. അപ്പോൾ ആ പ്രൊവിഷനെ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂവിൽ നമ്മൾ മെഷർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ പ്രസൻറ്റ് വാല്യൂ എടുക്കുമ്പോൾ നമ്മുടെ പ്രീ ടാക്സ് ഡിസ്കൗണ്ട് റേറ്റ് ദാറ്റ് റിഫ്ലക്ട്സ് കറൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻ ആസ് വെൽ ആസ് നമ്മളുടെ റിസ്ക് സ്പെസിഫിക് ടു ദാറ്റ് ഒബ്ലിഗേഷൻ, ഇത് രണ്ടും കൺസിഡർ ചെയ്തിട്ടുള്ള നമ്മളുടെ ഡിസ്കൗണ്ട് റേറ്റ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്.
അങ്ങനെ ഒരു ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട് നമ്മൾ ഇവിടെ എത്രയാണ് പ്രൊവിഷൻ്റെ എമൗണ്ട് എന്ന് കണ്ടുപിടിക്കും. അവിടെ തന്നെ നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കുന്നതിനകത്ത് അൺസർട്ടനിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മെഷർമെൻറ്റ് ടെക്നിക്സ് ഉപയോഗിക്കും. എക്സ്പെക്റ്റഡ് വാല്യൂ മെത്തേഡ്, മോസ്റ്റ് ലൈക്ലി എമൗണ്ട് പോലുള്ള മെഷർമെൻറ്റ് ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കും. അതുകൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവുക, ഈ പറയുന്ന ഒബ്ലിഗേഷൻസ് കാര്യങ്ങൾ അക്കൗണ്ട് ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ ഇതാണ് നമ്മളുടെ എമൗണ്ട് പ്രൊവിഷൻ്റെ കണ്ടുപിടിക്കുമ്പോൾ ഇനീഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഒരു ഡിസ്മാൻഡ്ലിംഗ് ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ പ്രൊവിഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. കറസ്പോണ്ടിങ് ഡെബിറ്റ് നമ്മൾ PPE ആണെങ്കിൽ ആ PPEയുടെ വാല്യൂവിലേക്ക്, അല്ല ROU അസറ്റ് ആണെങ്കിൽ ROU അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ പാർട്ടായിട്ടും അത് വരാം എന്നുള്ള രീതിയിൽ ഇൻഡ് AS 116 പറയുന്നുണ്ട്. അങ്ങനെ ഒരു PPE ആണോ ROU അസറ്റ് ആണോ നമുക്ക് ക്രിയേറ്റഡ് ആവുന്നത്, അതിലേക്ക് ഈ പറയുന്ന ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റിൻ്റെ എമൗണ്ടും നമ്മൾ ആഡ് ചെയ്യണം. ലെറ്റ് അസ് സേ ഒരു ചെറിയ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, നമുക്ക് ഒരു PPE നമ്മൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഒരു ROU അസറ്റ് നമ്മൾ അക്വയർ ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് എന്താണ് എക്സ്പെക്റ്റഡ് ഔട്ട്ഫ്ലോ ഒരു 10 വർഷം കഴിയുമ്പോൾ 10 ലക്ഷം രൂപ ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റിനുണ്ടെന്ന് വിചാരിക്കുക. ഡിസ്കൗണ്ട് റേറ്റ് 8% ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 8% വെച്ച് 10 വർഷത്തെ ഡിസ്കൗണ്ട് ഫാക്ടർ എടുത്താൽ 10 ലക്ഷം ഇൻറ്റു 1/1.08 ഓക്കെ, നമ്മുടെ ഡിസ്കൗണ്ട് ഫാക്ടർ വന്ന് നിൽക്കുക 0.463,193 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. അങ്ങനെ ഡിസ്കൗണ്ടഡ് വാല്യൂ വിൽ ബി 4,63,193. അപ്പോൾ ഇതിനെ അക്കൗണ്ട് ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മളുടെ ജേണൽ എൻട്രി വിൽ ഡെബിറ്റ് PPE ഓർ ROU അസറ്റ് ഫോർ ദി എമൗണ്ട്, അസറ്റിലേക്ക് ആഡ് ചെയ്യും. ഇക്വലൻറ്റ് പ്രൊവിഷൻ വിൽ ഓൾസോ ബി ക്രിയേറ്റഡ്. ഈ രീതിയിലാണ് ഒരു ഡീകമ്മീഷനിങ് ലയബിലിറ്റിയുടെ എമൗണ്ട് നമ്മൾ ഏതിലേക്ക് കൊണ്ടുപോവുക, നമ്മളുടെ അസറ്റിലേക്ക് കൊണ്ടുവരിക, അതുപോലെ തന്നെ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അസറ്റിൻ്റെ കോസ്റ്റ് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഇൻക്രീസ്ഡ് ആവും. അതുപോലെ തന്നെ ഒബ്ലിഗേഷൻ്റെ എമൗണ്ട് ബുക്സിൽ വരികയും ചെയ്യും. ഇനി സബ്സീക്വൻ്റ്ലി നമ്മൾ ഇതിനെ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ, വി വിൽ ബി ഡൂയിങ് അൺവൈൻഡിങ് ഓഫ് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ ദി ലീസ്, നമ്മളുടെ ഈ പറയുന്ന പ്രൊവിഷൻ. ഓക്കെ, പ്രൊവിഷൻ്റെ എമൗണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പോൾ 0th ഇയറിൽ നിൽക്കുമ്പോൾ 10 ഇയർ കഴിഞ്ഞ് പേ ചെയ്യേണ്ട ഒരു എമൗണ്ടാണ്. അതിനെ അവിടെ നിന്ന് പിന്നീട് പോകുമ്പോൾ ഇയർ 1ൻ്റെ എൻഡ് ആകുമ്പോൾ അവിടെ വന്ന് 9 ഇയേഴ്സിൽ പേ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏതാണ് അവിടെ അൺവൈൻഡിങ് ഓഫ് ഡിസ്കൗണ്ട് ചെയ്യേണ്ടി വരും. ഓരോ വർഷം കഴിയും തോറും ആ ടൈം വാല്യൂ ഓഫ് മണിയുടെ ഫാക്ടറിനെ നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടി വരും. യൂഷ്വലി ഇൻഡേഴ്സിൽ എപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി ഫാക്ടറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് ഒരു ഇൻക്രീസോ ഡിക്രീസോ ഒരു ഇൻകമോ എക്സ്പെൻസോ ആയിട്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ജനറലി നമ്മൾ അതിനെ എന്തായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക, ഇൻട്രസ്റ്റ് ഇൻകം ഓർ എക്സ്പെൻസ് ആയിരിക്കും. ഒരു ലയബിലിറ്റി ടൈം വാല്യൂ ഓഫ് മണി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു, ആ ടൈം വാല്യൂ ഓഫ് മണി അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ട് അത് റിവേഴ്സ് ചെയ്യുമ്പോൾ ആ ലയബിലിറ്റി കൂട്ടണം, അതിനെ ക്രെഡിറ്റ് ചെയ്യണം. കറസ്പോണ്ടിങ് ഡെബിറ്റ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഫിനാൻസ് കോസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ പാസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ അൺവൈൻഡിങ് ഓഫ് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ P&Lലേക്ക് ചാർജ് ചെയ്യും ഫിനാൻസ് കോസ്റ്റ് ആയിട്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇൻഡ് AS 23 പ്രകാരം നമ്മളുടെ ബോറോയിങ് കോസ്റ്റിൻ്റെ കോമ്പോണൻസ് വരുമ്പോൾ ഇങ്ങനെ ചെയ്ത ടൈം വാല്യൂ ഓഫ് മണി അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി ഇൻഡ് AS 37 പ്രകാരം ക്രിയേറ്റ് ചെയ്ത ഒരു പ്രൊവിഷൻ്റെ അൺവൈൻഡിങ് ഓഫ് ഡിസ്കൗണ്ട് വന്നേക്കുന്ന എമൗണ്ട് ഈവൻ ദോ ഫിനാൻസ് കോസ്റ്റിലാണ് കിടക്കുന്നതെങ്കിലും ഇൻഡ് AS 23 പ്രകാരം അതിനെ നമ്മളുടെ ബോറോയിങ് കോസ്റ്റിൻ്റെ പരിധിയിലേക്ക് വരില്ല. ബോറോയിങ് കോസ്റ്റിന് 3 കോമ്പോണൻസ് ആണുള്ളത്. ബോറോയിങ് കോസ്റ്റിൻ്റെ കോമ്പോണൻസ് ആയിട്ട് ആദ്യമുള്ളത് ഏതാണ്, ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് മെത്തേഡ് അണ്ടർ ഇൻഡ് AS 109 ആണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലീസ് ലയബിലിറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് ഇൻഡ് AS 116 ആണ്. പിന്നെ എക്സ്ചേഞ്ച് ഡിഫറൻസ് അറൈസിംഗ് ഫ്രം ഫോറിൻ കറൻസി ബോറോവിങ്സ് ടു ദ എക്സ്റ്റെൻറ്റ് ദേ ആർ റിഗാർഡഡ് ആസ് ആൻ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ബോറോയിങ് കോസ്റ്റ്. ഈ 3 എണ്ണത്തിൻ്റെ മീനിങ്ങിൽ അൺവൈൻഡിങ് ഓഫ് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ പ്രൊവിഷൻ വരില്ല. അതുകൊണ്ട് ആ ഒരു കോമ്പണൻറ്റ് ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസേഷന് വേണ്ടി എലിജിബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കാണുമ്പോൾ ഒരു ഭാഗത്തും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ വർഷവും ഇതിൻ്റെ ഒരു അൺവൈൻഡിങ് ഓഫ് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ നമുക്കൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എടുക്കാം. ഒരു അസറ്റിന് സാധാരണ ഇനീഷ്യലി വന്നേക്കുന്ന കോസ്റ്റ് ഈ പ്രൊവിഷൻ കൂട്ടാതെ 50 lakhs ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളുടെ ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ നമുക്ക് ഡിസ്മാൻഡ്ലിംഗ് അല്ലെങ്കിൽ ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ നമുക്കുള്ളത് 10 lakh ഇൻ 10 years ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് 8%, യൂസ്ഫുൾ ലൈഫ് 10 വർഷവുമാണെങ്കിൽ നമ്മൾ ഇവിടെ അക്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുകയും നമ്മളുടെ ലയബിലിറ്റീനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ്റെ എമൗണ്ട് മുകളിൽ നമ്മൾ കണ്ടുപിടിച്ച അതേ വാല്യൂസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ 4,63,193 ആണ് ഡിസ്കൗണ്ടഡ് വാല്യൂ. അപ്പോൾ നമുക്ക് ഇവിടെ 50 lakhs നമ്മളുടെ അസറ്റിൻ്റെ നോർമൽ കോസ്റ്റ് ഉണ്ട്, പ്ലസ് നമുക്ക് 4,63,193 നമ്മളുടെ ഏതുണ്ട്
ഈ പറയുന്ന പ്രൊവിഷൻ്റെ എമൗണ്ട് ഉണ്ട്. അങ്ങനെ ടോട്ടൽ പി പി വാല്യൂ വിൽ ബി 54,63,193. അപ്പോൾ നമ്മുടെ പി പിയുടെ എൻട്രി പാസ് ചെയ്യുമ്പോൾ പി പി അക്കൗണ്ട് ഡെബിറ്റ് നമ്മൾ എത്രയ്ക്ക് റെക്കോർഡ് ചെയ്യും? നമ്മളുടെ 54,63,193ക്ക് എൻട്രി പാസ് ചെയ്യും. ടു ബാങ്ക് ഇപ്പോൾ നമ്മൾ എത്ര പേ ചെയ്തിട്ടുണ്ടാവും? വിൽ പേ 50 lakhs. ഓക്കെ. ടു പ്രൊവിഷൻ ഫോർ ഡിസ്മാൻഡ്ലിംഗ് വി വിൽ ക്രിയേറ്റ് 4,63,193. ഇങ്ങനെ ഇയറിൻ്റെ ബിഗിനിങ്ങിൽ വി വിൽ പാസ് ദി എൻട്രി. അതിനുശേഷം ഇയർ എൻഡ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അസറ്റിൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അസറ്റിൻ്റെ കോസ്റ്റായിട്ട് 54,63,193 നമ്മൾ റെക്കോർഡ് ചെയ്തത്. SLM മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഡിവൈഡഡ് ബൈ 10 years ചെയ്താൽ നമുക്ക് നമ്മളുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പി പി എന്നുള്ള രീതിയിൽ നമുക്ക് വരുന്ന എമൗണ്ട് നമുക്ക് 5,46,319 ആയിരിക്കും. ഇങ്ങനെ വി വിൽ ഡു ദി ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് എവ്രി ഇയർ. ഇനി ഈ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാ വർഷവും കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വർഷത്തിന് എൻഡിലും ഈ ലയബിലിറ്റിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? അൺവൈൻഡിങ് ഓഫ് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അൺവൈൻഡിങ് ഓഫ് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ ഓപ്പണിങ്ങിൽ നമ്മളുടെ ഫിഗർ എന്ന് പറയുന്നത് 4,63,193 ആണ്. അതിൻ്റെ 8% 37,055 നമ്മൾ റെക്കോർഡ് ചെയ്യും. അങ്ങനെ ക്ലോസിംഗ് പ്രൊവിഷൻ 5,02,43 ആവും. അത് പിന്നെ ഓപ്പണിംഗ് ബാലൻസ് വരും. അതിൽ 40,020 അൺവൈൻഡിങ് ഓഫ് ഡിസ്കൗണ്ട് വരും. അങ്ങനെ 5,40,268 വരും. ദെൻ 5,40,268 അതിൻ്റെ 8% 43,221 അങ്ങനെ 5,83,489 വരും. ഇങ്ങനെ പോയി 10th year ആകുമ്പോഴത്തേനും ദിസ് ലയബിലിറ്റി വിൽ ബിക്കം 10 lakhs. അപ്പോൾ അങ്ങനെ ഈ ലയബിലിറ്റിയുടെ വാല്യൂവിൽ അൺവൈൻഡിങ് ഓഫ് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പണിങ്ങിലെ പ്രൊവിഷൻ എന്താണോ അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് അപ്ലൈ ചെയ്ത് നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റിന് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് വി വിൽ ആഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേനും ഇയർ എൻഡിൽ വരേണ്ട വാല്യൂവിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി വന്നുകൊള്ളും. അപ്പോൾ നമ്മൾ അതിന് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഓർ ഫിനാൻസ് കോസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രൊവിഷൻ എന്നുള്ള രീതിയിൽ വി വിൽ പാസ് ദി എൻട്രി. അപ്പോൾ 37,055 നമ്മൾ അത് ഫസ്റ്റ് ഇയറിൽ റെക്കോർഡ് ചെയ്യും. ഓരോ വർഷവും അതനുസരിച്ച് അൺവൈൻഡിങ് ടേബിളിൽ എന്താണോ ഉള്ളത് ആ രീതിയിൽ എത്രയാണോ അൺവൈൻഡിങ് ചെയ്യേണ്ടത് വി വിൽ കമ്പ്യൂട്ട് ദാറ്റ് എമൗണ്ട്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഈ അസറ്റിൻ്റെ ഓവർ ദി യൂസ്ഫുൾ ലൈഫ് 50 lakhs ഇനീഷ്യൽ കോസ്റ്റ് വരും. അതുപോലെ തന്നെ ഡീകമ്മീഷനിങ്ങിൽ 10 lakhs വരും. ഇങ്ങനെ വരുന്ന 60 lakhs മൊത്തം അസറ്റിന് എത്രയാണോ കോസ്റ്റ് വരുന്നത് അതിനെ മാച്ചിങ് കോൺസെപ്റ്റ് അനുസരിച്ച് പ്രോപ്പറായിട്ട് ഓവർ ദി യൂസ്ഫുൾ ലൈഫ് നമ്മൾ P&Lലേക്ക് അതിൽ നിന്ന് ബെനഫിറ്റ് കിട്ടുന്ന പാറ്റേൺ അനുസരിച്ച് നമ്മൾ ഡിപ്രീസിയേഷനും ഇൻട്രസ്റ്റുമായിട്ട് P&Lലേക്ക് ചാർജ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മാച്ചിങ് കോൺസെപ്റ്റ് കംപ്ലൈ ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. നമുക്ക് ഒബ്ലിഗേഷൻ ഉള്ളത് പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽസിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ ഇനീഷ്യലി തന്നെ അസറ്റ് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ എത്രയാണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ എമൗണ്ട് ഉൾപ്പെടെയുള്ളത് അസറ്റിൻ്റെ കോസ്റ്റിലേക്ക് എടുത്ത് അത് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതും അൺവൈൻഡിങ് ഓഫ് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതും. ഓക്കെ, ഇതാണ് ഐഡിയലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഇനി ഇങ്ങനെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു വരുമ്പോഴാണ് നമുക്ക് പല സിറ്റുവേഷൻസ് വരാവുന്നത്. നമ്മൾ ഇനീഷ്യലി എക്സ്പെക്റ്റ് ചെയ്ത ഒബ്ലിഗേഷൻ്റെ എമൗണ്ട് 10 ലക്ഷം രൂപയായിരുന്നു. ഒരു 4 years ലേറ്റർ നമ്മൾ മനസ്സിലാക്കുവാണ് ഈ പറയുന്ന 10 ലക്ഷമല്ല ഒബ്ലിഗേഷൻ 11 ലക്ഷമാണെന്ന് മനസ്സിലാക്കുവാണ്. അതായത് നമ്മളുടെ അൺവൈൻഡിങ് ഓഫ് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലാതെ ദി ഒബ്ലിഗേഷൻ ഇസ് ഗെറ്റിംഗ് ചേഞ്ച്ഡ്. നമ്മളുടെ ഒബ്ലിഗേഷൻ എക്സ്പെക്റ്റഡ് ഒബ്ലിഗേഷൻ്റെ എമൗണ്ട് ഇസ് ഗെറ്റിംഗ് ചേഞ്ച്ഡ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ അത് സബ്സീക്വൻ്റ്ലി നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന അസറ്റിനെ അക്കൗണ്ട് ചെയ്യുന്നത്? നമ്മൾ പി പിനെ അക്കൗണ്ട് ചെയ്യാൻ നമുക്ക് കോസ്റ്റ് മോഡലുണ്ട്, റീവാലുവേഷൻ മോഡലുണ്ട്. ഇതിലേത് മോഡൽ അനുസരിച്ചാണ് നമ്മൾ അതിനെ അക്കൗണ്ട് ചെയ്യുന്നത് എന്നനുസരിച്ച് നമ്മളുടെ ഇവിടെ വരുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വിൽ ഓൾസോ ചേഞ്ച്. അപ്പോൾ നമ്മൾ കോസ്റ്റ് മോഡലിൽ അക്കൗണ്ട് ചെയ്യുന്ന ഒരു അസറ്റാണ്. ഇപ്പോൾ നമ്മളുടെ ഒബ്ലിഗേഷൻ കൂടിയെന്ന് വിചാരിക്കുക. ലെറ്റസ് എ ഫോർത്ത് ഇയർ ആയിരുന്നപ്പോൾ ഫോർത്ത് ഇയറിൻ്റെ എൻഡിൽ ഒബ്ലിഗേഷൻ്റെ എമൗണ്ട് 6,31,68 നമുക്ക് ഒബ്ലിഗേഷൻ 11 lakh ആയി. അപ്പോൾ ഫോർത്ത് ഇയറിൻ്റെ എൻഡിലെ ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ ഇഫ് ഇറ്റ് ഇസ് ഇൻക്രീസ് ഇഫ് ദി പ്രസൻറ്റ് വാല്യൂ കംസ് ടു 7 lakh. ഓക്കെ, ഇവിടെ 6,31,68 നമ്മൾ 7 lakhലേക്ക് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ പ്രൊവിഷനെ ഇൻക്രീസ് ചെയ്യണം.
പ്രൊവിഷനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൊവിഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് കൊടുക്കണം. കറസ്പോണ്ടിങ് ഡെബിറ്റ് ഹാസ് ടു ബി ഗിവൺ ടു PPE അക്കൗണ്ട്. ഇങ്ങനെ കോസ്റ്റ് മോഡലുള്ള ഒരു അസറ്റിൽ ഇൻക്രീസ് ഇൻ ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ ഫ്യൂച്ചർ വരുവാണെങ്കിൽ അസറ്റിനെ ഇൻക്രീസും ചെയ്യണം, പ്രൊവിഷനെയും ഇൻക്രീസ് ചെയ്യണം. സിമിലർലി അവിടെ ഒരു ഡിക്രീസ് ആണ്, 10 ലക്ഷം എന്നുള്ള ഒബ്ലിഗേഷൻ അത്രയും വരില്ല എന്നാണ് ഇയർ എൻഡ് ആകുമ്പോഴത്തേനും നമുക്ക് തോന്നുന്നത്. നമുക്ക് യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോഴത്തേനും നമുക്ക് 10 ലക്ഷം വരില്ല, 8 ലക്ഷമേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ബുക്സിൽ റീറ്റെയിൻ ചെയ്താൽ മതിയെങ്കിൽ ആ ലയബിലിറ്റി ഇപ്പോൾ ബുക്സിൽ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് താഴേക്ക് റൈറ്റ് ഡൗൺ ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രൊവിഷൻ കുറയ്ക്കാൻ പ്രൊവിഷനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ഹാസ് ടു ഗോ ടു PPE അക്കൗണ്ട്. ഇനി സപ്പോസ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് PPEയുടെ വാല്യൂ 0 ആയിപ്പോയി എന്ന് വിചാരിക്കുക. PPE ഓൾറെഡി ഡിപ്രീഷിയേറ്റ് ചെയ്ത് 0 ആയിപ്പോയി. ഇനി PPEക്ക് വാല്യൂ ഒന്നും റെക്കോർഡ് ചെയ്യാനായിട്ട് അതിനകത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ വരുന്ന സിറ്റുവേഷനിൽ PPEയുടെ വാല്യൂ 0 ആയി പോയാൽ അവിടെ എക്സസ് വരുന്ന എമൗണ്ട് P&Lലേക്ക് ഇടണം. ഓക്കെ ആണോ? ലെറ്റസ് സേ നമുക്കിപ്പോൾ 1 ലക്ഷം രൂപയെ PPEയുടെ വാല്യൂ ആകെ ബുക്സിലുള്ളൂ. നമുക്ക് ഡീകമ്മീഷനിങ് ലയബിലിറ്റി കുറയ്ക്കേണ്ടത് ലെറ്റസ് സേ 2 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 1 ലക്ഷം PPEയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി 1 ലക്ഷം നമ്മൾ P&Lലേക്ക് തന്നെ കൊണ്ടുപോകേണ്ടി വരും. ഇതാണ് സബ്സീക്വൻറ്റ് ചേഞ്ച് ഇൻ ഒബ്ലിഗേഷൻ നടന്നാൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനീഷ്യലി ഇൻക്രീസ് വരുന്ന സിറ്റുവേഷനാണ് ഒരു ഡിസ്മാൻഡ്ലിംഗ് ഒബ്ലിഗേഷൻ എങ്കിൽ, കോസ്റ്റ് മോഡലുള്ള അസറ്റ് ആണെങ്കിൽ ലയബിലിറ്റി കൂട്ടുക, അസറ്റും കൂട്ടുക. ഇനി നമുക്ക് ഡിക്രീസ് ഇൻ ഒബ്ലിഗേഷൻ വരുന്നതാണെങ്കിൽ ലയബിലിറ്റി കുറയ്ക്കുക, അസറ്റും കുറയ്ക്കുക. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അസറ്റിൻ്റെ വാല്യൂ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പം 0യിലും താഴേക്ക് പോകരുത്. എക്സസ് എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് P&Lലേക്ക് ഇൻകം ആയിട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇതാണ് നമ്മളുടെ കോസ്റ്റ് മോഡലിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി റീവാലുവേഷൻ മോഡലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, റീവാലുവേഷൻ മോഡലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, റീവാലുവേഷൻ മോഡലാണെങ്കിൽ നമ്മൾ അസറ്റിൻ്റെ കോസ്റ്റിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നേക്കുന്നത്, റീവാല്യൂഡ് എമൗണ്ട് കൊണ്ടുവന്നേക്കുന്നത്. അപ്പം അസറ്റിൻ്റെ കോസ്റ്റ് ആദ്യം ഡിറ്റർമൈൻ ചെയ്തപ്പോൾ ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷനും കൂടി കൺസിഡർ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് കോസ്റ്റ് മോഡലിൽ അക്കൗണ്ട് ചെയ്യുന്ന ഒരു അസറ്റിൽ നമ്മൾ സാധാരണ രീതിയിൽ കൂടുകയോ കുറയോ എന്തെങ്കിലും ചെയ്താൽ അസറ്റിലേക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് റീവാലുവേഷൻ മോഡൽ വരുമ്പോൾ അസറ്റിൻ്റെ കോസ്റ്റിനെ റീപ്ലേസ് ചെയ്ത് അതിൻ്റെ ഫെയർ വാല്യൂ നമ്മൾ ബുക്സിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷനും അസറ്റും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരിക്കലും അസറ്റിൻ്റെ വാല്യൂവിലേക്ക് നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു ഒബ്ലിഗേഷൻ ഇൻക്രീസ് വന്നാൽ അതൊരു സബ്സീക്വൻറ്റ് റീവാലുവേഷൻ ഡിക്രീസ് പോലെ ട്രീറ്റ് ചെയ്യണം. നമ്മൾ റീവാലുവേഷനിൽ ഒരു സബ്സീക്വൻറ്റ് റീവാലുവേഷൻ ഡിക്രീസ് പോലെ ട്രീറ്റ് ചെയ്യണം. അതായത് റീവാലുവേഷൻ സർപ്ലസിൽ ഇപ്പം നമ്മൾ നോക്കുകയും പ്രൊവിഷൻ കൂടുക എന്ന് പറഞ്ഞാൽ ലയബിലിറ്റീനെ ക്രെഡിറ്റ് ചെയ്യും, കറസ്പോണ്ടിംഗ്ലി നമുക്കൊരു ലോസ് വരുന്ന ഇമ്പാക്റ്റാണ്. അപ്പം നേരത്തെ ഒരു റീവാലുവേഷൻ നടത്തി രണ്ടാമത് റീവാല്യൂ ചെയ്യുമ്പോൾ അവിടെ ഒരു ലോസ് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ അതായത് നേരത്തെ റീവാലുവേഷൻ നടത്തിയപ്പോൾ ഒരു ലോസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡീകമ്മീഷനിങ് കൂടുവാണെങ്കിൽ അവിടെ റീവാലുവേഷൻ റിസർവ് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നേരെ എൻറ്റയർ എമൗണ്ട് P&Lലേക്ക് നമ്മൾ ചാർജ് ചെയ്യും. നേരെ മറിച്ച് നമുക്ക് നേരത്തെ ഒരു റീവാലുവേഷനിൽ ഒരു ഇൻക്രീസ് 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അതിനുശേഷമാണ് ഈ പറയുന്ന ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ്റെ റിവ്യൂ ചെയ്തപ്പോൾ ആ ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ കൂടുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കാണുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ലെറ്റസ് എ നമ്മളുടെ ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ്റെ ഇൻക്രീസ് 2 lakhs ആണ്, നമ്മളുടെ റീവാലുവേഷൻ സർപ്ലസ് ബാലൻസ് 1,50,000 കിടപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവിഷൻ്റെ വാല്യൂ വി നീഡ് ടു ഇൻക്രീസ് 2 lakhs. കറസ്പോണ്ടിങ് ഡെബിറ്റ് ആദ്യം എവിടെ കൊടുക്കണം? നമ്മളുടെ റീവാലുവേഷൻ സർപ്ലസിൽ ബാലൻസ് ഉള്ളത്ര റീവാലുവേഷൻ സർപ്ലസിലേക്ക് കൊടുക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് എക്സസ് ഉള്ള എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു സബ്സീക്വൻറ്റ് റീവാലുവേഷൻ ഡിക്രീസ് പോലെ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ബാലൻസ് അവൈലബിൾ ഇൻ റീവാലുവേഷൻ റിസർവ് ആ ലോസിനെ റീവാലുവേഷൻ സർപ്ലസിലേക്ക് ഡെബിറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് OCയിലേക്ക് ഡെബിറ്റ് ചെയ്യുക. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? P&Lലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യുക. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് വെൻ ദർ ഇസ് എ ഇൻക്രീസ് ഇൻ ഒബ്ലിഗേഷൻ ആൻഡ് ദി അസറ്റ് ഈസ് അണ്ടർ റീവാലുവേഷൻ മോഡൽ. ഇനി നേരെ മറിച്ച് നമുക്ക് ഡിക്രീസ് ഇൻ ഒബ്ലിഗേഷൻ വരുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക. അതായത് നമുക്ക് ഒരു ഡിസ്മാൻഡ്ലിംഗ് ഒബ്ലിഗേഷൻ നമ്മൾ ഇനീഷ്യലി റെക്കോർഡ് ചെയ്ത് വെച്ചു, അവിടെ നിന്ന് 2 ലക്ഷം രൂപ ഡിക്രീസ് ആണ് നമ്മളുടെ അക്കൗണ്ട് ചെയ്യേണ്ടത്. പ്രസൻറ്റ് വാല്യൂവിൽ ഡിക്രീസ് റെക്കോർഡ് ചെയ്യേണ്ടത് 2 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അവിടെ ലയബിലിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻകം പോലെയാണ്. സബ്സീക്വൻറ്റ് റീവാലുവേഷൻ ഇൻക്രീസ് പോലെ അതിനെ ട്രീറ്റ് ചെയ്യുക. അതായത്
നേരത്തെ നമുക്ക് റീവാലുവേഷൻ നടത്തിയപ്പം പ്രോഫിറ്റ് ആയിരുന്നു, നമ്മൾ റീവാലുവേഷനിൽ സർപ്ലസ് OCIയിൽ റെക്കോർഡ് ചെയ്തിരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ വീണ്ടും ഒബ്ലിഗേഷൻ കൂടുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്തായിരിക്കും, നമ്മളുടെ ലയബിലിറ്റീനെ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, പ്രൊവിഷനെ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. ക്രെഡിറ്റ് നേരെ OCIയിലേക്ക് റീവാലുവേഷൻ സർപ്ലസിലേക്ക് കൊടുക്കുക. ഇനി നേരത്തെ ഒരു ലോസ് റീവാലുവേഷൻ്റെ കേസിൽ അക്കൗണ്ട് ചെയ്തിരുന്നു, എന്നിട്ട് ഇപ്പോൾ നമുക്ക് ഏതാണ് പ്രൊവിഷൻ ഫോർ ഡീകമ്മീഷനിങ് കുറയുവാണെങ്കിൽ, ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ലോസ് P&L റെക്കോർഡ് ചെയ്തത്ര എത്രയാണോ ഉള്ളത് അതുവരെയുള്ള എമൗണ്ട് P&Lലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. ഗെയിൻ അതിൽ കൂടുതലുള്ള എമൗണ്ട് മാത്രമായിരിക്കും നമ്മൾ OCIയിലേക്ക് റീവാലുവേഷൻ സർപ്ലസിലേക്ക് കൊണ്ടുപോവുക. അതായത് നമ്മളുടെ റീവാലുവേഷൻ മോഡലിലുള്ള ഒരു അസറ്റ് ആണെങ്കിൽ ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ കൂടിയാൽ, ആ അസറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ കൂടിയാൽ, ലയബിലിറ്റി കൂടിയാൽ അത് ലോസ് ആണ്, ഒരു സബ്സീക്വൻറ്റ് റീവാലുവേഷൻ ഡിക്രീസ് പോലെ ട്രീറ്റ് ചെയ്യണം. നേരെ മറിച്ച് ലയബിലിറ്റി കുറയുവാണ് എങ്കിൽ ലയബിലിറ്റി കുറയുന്നത് നമുക്കൊരു ഗെയിൻ ആണ്, അതൊരു സബ്സീക്വൻറ്റ് റീവാലുവേഷൻ ഗെയിൻ പോലെ ട്രീറ്റ് ചെയ്യണം. ഇതാണ് ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ്റെ ചേഞ്ച് പിന്നീട് വന്നാൽ നമ്മൾ ചെയ്യേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. ഇനി നമ്മളുടെ ഇങ്ങനെ നമ്മൾ റീവാലുവേഷനൊക്കെ ചെയ്തു, അല്ലെങ്കിൽ നമ്മളുടെ ഇമ്പയർമെൻറ്റിൻ്റെ ഈ പറയുന്ന ഏതാണ് ഒബ്ലിഗേഷൻ്റെ അക്കൗണ്ടിങ് ഒക്കെ ചെയ്തു പോകുന്നു. അതിനുശേഷം സബ്സീക്വൻ്റ്ലി നമുക്ക് ഒരു ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ഈ പറയുന്ന റിലേറ്റഡ് അസറ്റിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ടെന്ന് വിചാരിക്കാം. അതായത് ഒരു അസറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തു, അതിൻ്റെ ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തു. അങ്ങനെ റെക്കോർഡ് ചെയ്ത് പോയിരുന്ന സമയത്ത് നമുക്ക് സിറ്റുവേഷൻ എന്താണ്, നമ്മുടെ ബുക്സിൽ സെപ്പറേറ്റ് ലയബിലിറ്റി, ഈ പറയുന്ന ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ ഉണ്ട്, അസറ്റ് സൈഡിലുമുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അസറ്റിൽ ഒരു ഇൻഡിക്കേഷൻ ഫോർ ഇമ്പയർമെൻറ്റ് വന്നു. ഇൻഡിവിജ്വൽ അസറ്റ് ലെവലിൽ നമ്മൾ ഇമ്പയർമെൻറ്റ് നടത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഇൻഡിവിജ്വൽ അസറ്റ് ലെവലിൽ ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് നടത്തുവാണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്, സെപ്പറേറ്റ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഔട്ട്ഫ്ലോ ഉണ്ടെങ്കിൽ അതിനെ വാല്യൂ ഇൻ യൂസ് കമ്പ്യൂട്ടേഷനിൽ കൺസിഡർ ചെയ്യണ്ട. അപ്പോൾ ബേസിക്കലി നമ്മളുടെ ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ സെപ്പറേറ്റ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളുടെ വാല്യൂ ഇൻ യൂസ് കണ്ടുപിടിക്കുമ്പോൾ ഔട്ട്ഫ്ലോസിൻ്റെ കൂടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വാല്യൂ ഇൻ യൂസ് കാണുമ്പോൾ ആ ക്യാഷ് ഫ്ലോയും അവിടുന്ന് ക്യാഷ് ഔട്ട്ഫ്ലോ എക്സ്ക്ലൂഡ് ചെയ്യുക, അസറ്റും ഏതാണ് സ്റ്റാൻഡ് ലോൺ ബേസിൽ പ്രൊവിഷൻ അഡ്ജസ്റ്റ് ചെയ്യാതെയുള്ളത് തമ്മിൽ കമ്പയർ ചെയ്യുക. ഓക്കെ, ഈ പറയുന്ന സംഭവം സെപ്പറേറ്റ് ലയബിലിറ്റി ബുക്സിൽ റെക്കോർഡ് ആയതാണ്, അതിൻ്റെ ഔട്ട്ഫ്ലോ ഓൾറെഡി ബുക്സിൽ റെക്കഗ്നൈസ്ഡ് ആണ്. അപ്പോൾ ആ ഇമ്പാക്റ്റ് ഓട്ടോമാറ്റിക്കലി ടേക്കൺ കെയർ ആണ്. ബാക്കിയുള്ള ഔട്ട്ഫ്ലോയുടെ ഇമ്പാക്റ്റ് കൺസിഡർ ചെയ്താൽ മതി. നേരെ മറിച്ച് ഒരു CGU ലെവൽ ഇമ്പയർമെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റാണ് എടുക്കുക. അപ്പോൾ ഈ അസറ്റും ഇതിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂട്ടാൻ പാടില്ലാത്ത, അതായത് നമ്മൾ ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ ഏതൊക്കെ ഒബ്ലിഗേഷൻസ് ട്രാൻസ്ഫർ ആകുമോ ആ ഒബ്ലിഗേഷൻ അടക്കമാണ് ആ CGUവിൻ്റെ ക്യാരിയിങ് എമൗണ്ട് എടുക്കുക. അപ്പോൾ CGUവിൻ്റെ ക്യാരിയിങ് എമൗണ്ട് എടുക്കുമ്പോൾ ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷനും ഏതിലേക്ക് എടുക്കും, CGUവിൻ്റെ ക്യാരിയിങ് എമൗണ്ടിലേക്ക് എടുക്കും. അപ്പോൾ അത്രയും ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ആ ലയബിലിറ്റി കുറച്ചിട്ടുള്ളതായിരിക്കും CGUയുടെ ക്യാരിയിങ് എമൗണ്ട് വരിക. അങ്ങനെ CGUയുടെ ക്യാരിയിങ് എമൗണ്ട് എടുക്കുമ്പോൾ നമ്മളുടെ ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷനും എടുക്കുന്നുള്ളത് കൊണ്ട് CGU ലെവൽ ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതും കൂടി വാല്യൂ ഇൻ യൂസ് കമ്പ്യൂട്ടേഷനിൽ ആ ഡീകമ്മീഷനിങ്ങിൻ്റെ ഔട്ട്ഫ്ലോ ഉണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യുക. അതായത് ദർ ഷുഡ് ബി എ സിമെട്രി. ഓക്കെ, ദർ ഷുഡ് ബി എ സിമെട്രി ഇൻ ഇൻക്ലൂഷൻ ഓർ എക്സ്ക്ലൂഷൻ ഇൻ ക്യാരിയിങ് എമൗണ്ട് ആൻഡ് വാല്യൂ ഇൻ യൂസ്. അതായത് നമ്മളുടെ ക്യാരിയിങ് എമൗണ്ടിൽ അതിൻ്റെ ഇമ്പാക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാതെ നെറ്റ് ബേസിസിൽ എടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്ന ഔട്ട്ഫ്ലോ വാല്യൂ ഇൻ യൂസ് കമ്പ്യൂട്ടേഷനിലും എടുക്കണ്ട. ഇനി ക്യാരിയിങ് എമൗണ്ടിൽ ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ സിറ്റുവേഷനിൽ ഈ ഔട്ട്ഫ്ലോയുടെ ഇമ്പാക്റ്റ് വാല്യൂ ഇൻ യൂസ് കണ്ടുപിടിക്കുമ്പോൾ എടുക്കണം. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ള കുറേ പ്രൊവിഷൻസ് ഉള്ളത്. IND AS 37 പ്രകാരം പ്രൊവിഷൻ്റെ എമൗണ്ട് അസറ്റ് വാങ്ങുമ്പം കാണണം. PPയുടെ അല്ലെങ്കിൽ നമ്മളുടെ ROU അസറ്റിൻ്റെ കോസ്റ്റിലേക്ക് അത് ആഡ് ചെയ്തുകൊണ്ട് ഇക്വലൻറ്റ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അത് ഡിസ്കൗണ്ടഡ് വാല്യൂ ആയിരിക്കും. അതുകൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വാല്യൂവിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും, നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യും. ഈ പറയുന്ന ലയബിലിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അൺവൈൻഡിങ് ഓഫ് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. അതൊരിക്കലും ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസേഷൻ എലിജിബിൾ അല്ല. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്, അതിനകത്ത് പ്രൊവിഷണൽ ചേഞ്ച് വന്നാൽ കോസ്റ്റ് മോഡൽ ആണെങ്കിൽ പ്രൊവിഷൻ കൂടിയാൽ പ്രൊവിഷൻ കൂട്ടി, അസറ്റ് കൂട്ടി. ഇനി പ്രൊവിഷൻ കുറഞ്ഞാൽ ലയബിലിറ്റി കുറച്ചു, അതുപോലെ തന്നെ അസറ്റും കുറച്ചു. ആ രീതിയിൽ അക്കൗണ്ട് ചെയ്യും. റീവാലുവേഷൻ മോഡലിലുള്ള ഒരു അസറ്റ് ആണെങ്കിൽ പ്രൊവിഷൻ കൂടിയാൽ ഒരു സബ്സീക്വൻറ്റ് റീവാലുവേഷൻ ഡിക്രീസ് പോലെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യും. പ്രൊവിഷൻ കുറഞ്ഞാൽ ഒരു സബ്സീക്വൻറ്റ് റീവാലുവേഷൻ ഇൻക്രീസ് പോലെ അതിനെ ട്രീറ്റ് ചെയ്യും.
ഇനി ഇമ്പയർമെൻറ്റിൻ്റെ സിറ്റുവേഷൻ വരുമ്പോൾ അസറ്റ് ലെവൽ ടെസ്റ്റിങ്ങിൽ ക്യാരിയിങ് എമൗണ്ടിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ല എടുക്കുക. അപ്പോൾ വാല്യൂ ഇൻ യൂസ് എടുക്കുമ്പോഴും ഈ ഔട്ട്ഫ്ലോ കൺസിഡർ ചെയ്യേണ്ട. സി ജി യു ലെവൽ വരുമ്പോൾ ഇതും കൂടി ആ സി ജി യുവിൻ്റെ ക്യാരിയിങ് എമൗണ്ടിൽ എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ഔട്ട്ഫ്ലോയിൽ ഇത് വാല്യൂ ഇൻ യൂസ് കമ്പ്യൂട്ടേഷനിൽ എടുക്കണം. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ 1-2 MCQs ഒക്കെ നമ്മൾ നോക്കിക്കുകയും ഇൻഡേസ് 23 പ്രകാരം അൺവൈൻഡിങ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഡീകമ്മീഷൻ ക്യാപിറ്റലൈസേഷന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഷുഡ് ബി ക്യാപിറ്റലൈസ്, ഷുഡ് ബി ഇഗ്നോർ, ഷുഡ് ബി എക്സ്പെൻസ്ഡ് ആസ് ഫിനാൻസ് കോസ്റ്റ്, ഷുഡ് ബി ആഡഡ് ടു PPE ആനുവലി. ഏതാ? ഷുഡ് ബി എക്സ്പെൻസ്ഡ് ആസ് ഫിനാൻസ് കോസ്റ്റ്. ഓക്കെ, അൺവൈൻഡിങ് ഓഫ് ഡിസ്കൗണ്ട് ഇഗ്നോർ ചെയ്യുമല്ല, അത് ക്യാപിറ്റലൈസ് ചെയ്യുമല്ല, PPEയിലേക്ക് ആഡ് ചെയ്യുമല്ല, P&Lലേക്ക് എക്സ്പെൻസ് ആയിട്ട് കൊണ്ടുപോവുകയാണ്. ഇനി അണ്ടർ റീവാലുവേഷൻ മോഡൽ ഇൻക്രീസ് ഇൻ ഡീകമ്മീഷനിങ് ലയബിലിറ്റി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്രീസ് വന്നാൽ ഒരു സബ്സീക്വൻറ്റ് റീവാലുവേഷൻ ഡിക്രീസ് പോലെയാണ്. ഇറ്റ് വിൽ ബി അഡ്ജസ്റ്റഡ് ടു റീവാലുവേഷൻ സർപ്ലസ് ഫസ്റ്റ്, ദെൻ ടു P&L. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ റീസൺ ഫോർ റിവിഷൻ ഇൻ ഡീകമ്മീഷനിങ് ലയബിലിറ്റി? ഡീകമ്മീഷനിങ് ലയബിലിറ്റിയുടെ റിവിഷനിൽ താഴെ പറയുന്നത് ഒരു റീസൺ അല്ലാതെ വരുന്ന എപ്പോഴാണ്? നമ്മളുടെ ഡീകമ്മീഷനിങ് ലയബിലിറ്റിയുടെ ക്യാഷ് ഫ്ലോ മാറിയാൽ ഒബ്വിയസ്ലി ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ്റെ വാല്യൂ മാറും. ഡിസ്കൗണ്ട് റേറ്റ് മാറിയാലും ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ്റെ വാല്യൂ മാറും. യൂസ്ഫുൾ ലൈഫ് ഓഫ് അൺറിലേറ്റഡ് അസറ്റ് മാറിയാൽ വരില്ല. യൂസ്ഫുൾ ലൈഫ് ഓഫ് റിലേറ്റഡ് അസറ്റ് മാറിയാൽ ഇത് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന ഡേറ്റ് ക്ലോസർ ആവും. അപ്പോൾ അവിടെ ഒരു ഇമ്പാക്റ്റ് വരാം. പക്ഷേ അൺറിലേറ്റഡ് അസറ്റ് മാറിയാൽ നമുക്ക് ഒരു ഇമ്പാക്റ്റും ഇല്ല. ചേഞ്ച് ഇൻ റെഗുലേഷൻ വന്നാൽ റെഗുലേഷൻ്റെ പുറത്ത് നമ്മൾ പേ ചെയ്യേണ്ടതാണെങ്കിൽ ലീഗൽ ഒബ്ലിഗേഷൻ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒബ്ലിഗേഷൻ്റെ എമൗണ്ട് മാറാം. അപ്പോൾ ഇതിൽ നോട്ട് റീസൺ എന്ന് പറയാവുന്നത് ചേഞ്ച് ഇൻ യൂസ്ഫുൾ ലൈഫ് ഓഫ് അൺറിലേറ്റഡ് അസറ്റാണ്. ഇനി വൈൽ കാൽക്കുലേറ്റിംഗ് വാല്യൂ ഇൻ യൂസ് അറ്റ് CGU ലെവൽ ഡീകമ്മീഷനിങ് ഔട്ട്ഫ്ലോ ഇൻക്ലൂഡ് ചെയ്യണോ എക്സ്ക്ലൂഡ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചാൽ എന്താണ്? ഇറ്റ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് വീണ്ടും ഒന്ന് സമ്മറി ചെയ്തേക്കുന്നതാണ്. ഇൻഡേസ് 37 പ്രകാരം ഒരു ലീഗൽ ഓർ കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ റെക്കഗ്നൈസ് ചെയ്യണം. പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എടുക്കണം. അതിൻ്റെ 16 ഓർ 116 പ്രകാരം കോസ്റ്റിൻ്റെ പാർട്ടായിരിക്കും. അൺവൈൻഡിങ് ഓഫ് ഡിസ്കൗണ്ട് ഫിനാൻസ് കോസ്റ്റ് ആണ്, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ് കോസ്റ്റ് മോഡൽ ആണെങ്കിൽ അഡ്ജസ്റ്റ് ഇൻ PPE, റീവാലുവേഷൻ മോഡൽ ആണെങ്കിൽ OCI ഓർ P&L ആയിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് പോവുക. ഇമ്പയർമെൻറ്റിൻ്റെ സിറ്റുവേഷനിൽ ഇൻഡിവിജ്വൽ അസറ്റ് ലെവൽ ആണെങ്കിൽ ഇതിൻ്റെ ക്യാഷ് ഫ്ലോ വാല്യൂ ഇൻ യൂസ് കമ്പ്യൂട്ടേഷനിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടി വരും. CGU ലെവലിലാണെങ്കിൽ CGUവിൻ്റെ ക്യാരിയിങ് എമൗണ്ടിലേക്ക് അത് എടുക്കും. അപ്പോൾ ഔട്ട്ഫ്ലോയും അതിലേക്ക് വാല്യൂ ഇൻ യൂസ് കമ്പ്യൂട്ടേഷനിൽ എടുക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡീകമ്മീഷനിങ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ ഒരു കോംപ്രഹെൻസീവ് വ്യൂ ഉള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കോംപ്രഹെൻസീവ് വ്യൂ കാണാനുള്ള ഒരു ടോപ്പ് 20 കോൺസെപ്റ്റ്സ് ആയിരിക്കും ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ അധികം താമസിക്കാതെ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അടുത്ത വീഡിയോസ് എല്ലാം നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യു വിൽ ഗെറ്റ് നോട്ടിഫൈഡ് വെൻ ദിസ് പെർട്ടിക്കുലർ വീഡിയോ കംസ് ഔട്ട്. ആൻഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കൂടുതൽ വീഡിയോസ് അതുപോലെ തന്നെ MCQ പ്രാക്ടീസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇനി മുതൽ റെഗുലറായിട്ട് ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് എക്സാമിനേഷൻ. Thank you so much.